ഇപ്പോൾ പിണറായി വിജയൻ കാസർഗോഡ് സംസാരിക്കുകയാണ്. ശബ്ദ സംപ്രേഷണത്തിലേക്ക്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ വികാരം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വികാരം ഉയർന്നു വന്നപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ഈ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശ്രീനാരായണീയർ ശരിക്കും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് തങ്ങളെ കബളിപ്പിക്കലാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പലയിടത്തും SNDP അണികൾ ഇതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. ഇത് SNDPക്ക് ഗുണകരമായ നീക്കമല്ല എന്ന് തുറന്ന് വെള്ളാപ്പള്ളി നടേശനോട് തന്നെ പറയുന്ന സ്ഥിതി SNDP അണികൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ SNDPയുടേതായ ഒരു മഹായോഗം സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നു. ആ മഹായോഗം SNDPക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നതല്ല, RSS ശാക്തീകരണത്തിന് വേണ്ടി പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കാനാണ് ആ യോഗം. ഇതിനോടൊന്നും SNDPക്കാർ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്താവന ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നലെ ചെന്നിത്തലയിലെ സംയുക്ത യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം BJPയുമായി ബന്ധമില്ലെന്ന് പറയുകയും ചെയ്തു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളിൽ നൽകുന്ന സീറ്റുകൾ സ്വീകരിക്കാനും അതിൽ മത്സരിക്കാനും അദ്ദേഹം പ്രവർത്തകർ നൽകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിലപാടിൽ നിന്ന് വെള്ളാപ്പള്ളി പുറകോട്ട് പോകുന്നുവെങ്കിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ഇടതുപക്ഷം മാറ്റി നിർത്തേണ്ടതുണ്ടോ? ഇതെല്ലാം ആരംഭിച്ചതിൻ്റെ പിന്നിൽ RSS ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുമുണ്ട്. ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞ ഒരു നീക്കത്തിൻ്റെ ആസൂത്രണത്തിലാണ്. അത് വെള്ളാപ്പള്ളി നടേശനും RSSും എല്ലാം കൂടിച്ചേരുന്ന ഒരു ധാരണക്കാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി KPCC പ്രസിഡന്റിനെ പരസ്യമായി അധിക്ഷേപിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കണമെന്ന അഭിപ്രായം UDF യോഗത്തിൽ വന്നപ്പോൾ നമ്മളത് അവഗണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച തന്നെ ഉമ്മൻചാണ്ടി ഇടപെട്ട് അവസാനിപ്പിച്ചു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കാസർഗോഡ് സംസാരിക്കുന്നതിന്റെ ശബ്ദ സംപ്രേഷണമാണ് കേട്ടത്. വെള്ളാപ്പള്ളി RSSന്റെ അജ്ഞാനുവർത്തിയായിരിക്കുകയാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ RSSുമായി ഉമ്മൻചാണ്ടിക്കും ചില കരുതലുണ്ട്. അത് RSS ആഗ്രഹിക്കുന്ന തരത്തിൽ ചില സീറ്റുകൾ അവർക്ക് നേടാൻ കഴിയും. അതിന് കോൺഗ്രസിന്റെയും UDFന്റെയും പിന്തുണ വേണം. ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ മൊത്തം വിജയമാണ്. ആ മൊത്തം വിജയത്തിന് RSSന്റെ പിന്തുണ ഉമ്മൻചാണ്ടിയും ആഗ്രഹിക്കും. ഇതാണ് ഇവര് തമ്മിലുള്ള യോജിപ്പിനിടയാക്കുന്നത്. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഇറ്റലിയിൽ നിന്ന് വിട്ടുനിന്നു എന്നൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ടത്. അത് ഈ പറഞ്ഞൊരു അജണ്ടയുടെ ഭാഗം തന്നെയാണ്. NDAയുടെ യോഗമാണ് അവിടെ നടന്നത്. ഇപ്പൊ അവര് NDAക്കകത്ത് വിട്ടു കഴിഞ്ഞിട്ടില്ല. പാർട്ടി രൂപീകരിച്ച് NDAയിൽ പോകാനാണ്. അപ്പോൾ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാലാണ് NDAയിൽ പോകാൻ പറ്റും. ഇപ്പൊ വിട്ടുനിന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനയും നൽകുന്നില്ല. RSSന്റെ അജണ്ട അനുസരിച്ച് തന്നെ വെള്ളാപ്പള്ളി കാര്യങ്ങൾ നീക്കുന്നുവെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയല്ല. ഇപ്പോ ഒരു കുപ്പി പാലിങ്ങനെ കിടക്കുന്നു, അല്പം വിഷം ഇപ്പുറത്ത്. ആ വിഷം ഇതിന് ചേർന്ന് പോയാൽ പാലാകെ വിഷമായി മാറിയത്. ഈ ഒരു കരുതലിനാണ് ഞങ്ങൾ പറയുന്നത്. ഇത് വിഷമാണ്, ഈ വിഷം ഇപ്പുറം ചേരരുത്. നമ്മുടെ കേരളീയ സമൂഹം എന്നത് മതനിരപേക്ഷത ശക്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ വർഗീയതയുടെ ആപത്ത് വളർത്തിയെടുക്കാനുള്ള ശ്രമം, അതിനെ തടയാനാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന വിഭാഗം മഹാശക്തിയായി മാറിയത് കൊണ്ടല്ല, പക്ഷെ
പക്ഷെ വരാനിടയുള്ള ആപത്തിനെ തടയേണ്ടത്. വരാനിടയുള്ള ആപത്തിനെ തടയാൻ തയ്യാറാകാത്ത സമീപനം കോൺഗ്രസ് എവിടെയെല്ലാം സ്വീകരിച്ചു അവിടങ്ങളിലെല്ലാം നമ്മൾ ഈ ആപത്ത് കണ്ടിട്ടുണ്ട്. ആപത്തിന്റെ അനുഭവം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപത്ത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യം. അത് ഇവരുടെ ആപത്ത് തിരിച്ചറിഞ്ഞ് അതിനെ തടയാൻ തയ്യാറാകാത്തതിന്റെ ഫലമായി വന്നതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇതിൽ ജാഗരൂകരാവണം, ഇതിനെതിരെ ജാഗ്രത പാലിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസിനൊരു പ്രശ്നമില്ല. 4 സീറ്റ് കിട്ടുമെങ്കിൽ എന്ത് രാഷ്ട്രീയ ചെറ്റത്തരവും കാണിക്കും. അതാണ് പ്രശ്നം. അതാണ് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുവിക്കരയിൽ സംഭവിച്ചത് അരുവിക്കരയുടെ പ്രത്യേകതകൾ. അരുവിക്കര ഒട്ടേറെ പ്രത്യേകതയുണ്ടായി. ആ പ്രത്യേകതയിൽ അവിടെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതല്ല കേരളം. കേരളത്തിന്റെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യം. അത് നേരത്തെ ഞങ്ങളോട് അകൽച്ച പാലിച്ചിരുന്ന വിഭാഗം ഇപ്പൊ ആ ഒരു സമീപനത്തിലല്ല. ഈ കള്ള നീക്കങ്ങളൊക്കെ നമ്മുടെ സമൂഹം നല്ലതുപോലെ തിരിച്ചറിയും. ആ തിരിച്ചറിയലിന്റെ ഭാഗമായി മതനിരപേക്ഷ ചിന്താഗതിക്കാരും മതനിരപേക്ഷതക്ക് അപകടം പറ്റരുത് എന്ന നിലപാടിലേക്ക് എത്തിക്കുന്നു. അതിന് കേരളത്തിലെ LDF ദുർബലമാകാൻ പാടില്ല എന്നും അവർ. ഇതൊരു പൊതുചിന്തയാണ്. ആ ചിന്ത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ഈ ചിന്ത നമുക്ക് കാണാൻ. അപ്പൊ ഞങ്ങളെ അനുഭവം നേരത്തെ ഞങ്ങളോട് വിരോധപരമായി സ്വീകരിച്ച വിഭാഗങ്ങളടക്കം ഇപ്പോ നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിക്കുന്നു. ഇത് കേരളത്തിലാകെയുള്ള അനുഭവം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ഞങ്ങളെ അകറ്റി നിർത്താൻ പ്രത്യേകമായി താല്പര്യപ്പെടുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവർ ദുർബലപ്പെട്ടുകൂടാ എന്ന് ചിന്തിക്കുന്നു എന്നാണ് ഞങ്ങൾ കാണുന്നത്. ശാശ്വതികാനന്ദയുടെ മരണവും പുനരന്വേഷണം വേണമെന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ശാശ്വതികാനന്ദ മരിക്കുന്നതിന് മുൻപ് ഒട്ടേറെ പേർ എന്നെ അവർ കൊന്നുകളയുമെന്ന്. ഇതൊരു വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ഒരാളോടല്ല, കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളവരോട് പലരോടും പറഞ്ഞിട്ട്. ഞാനിപ്പോ പേര് വെളിപ്പെടുന്നില്ലെങ്കിലും കഴിഞ്ഞ തവണ ഞാൻ കണ്ണൂരിൽ വന്നപ്പോൾ ഒരാള് എന്നെ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമി കാണണം എന്ന് പറഞ്ഞു. എന്ന് വിളിച്ചു. കണ്ണൂർ വന്നതാണ്. അപ്പൊ ചെന്നപ്പോ പറഞ്ഞു എന്നെ അവര് കൊലപ്പെടുത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞേ എന്താ സ്വാമി പറയുന്നത്, അങ്ങനെയൊന്നും സ്വാമി ആശിച്ചു. കാരണം അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഇത് കാണിക്കുന്നത് ഇത് മറ്റു ചില വെളിപ്പെടുത്തലുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആളുടെ വെളിപ്പെടുത്തൽ വന്നിട്ടില്ല, പരസ്യമായിട്ട് പറഞ്ഞില്ല. എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം അദ്ദേഹം പരസ്യമായി പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പേര് വിളിച്ചു. അപ്പൊ ഇത് പല ഭാഗത്തുള്ള ആളുകൾ ഈ വിവരം കേട്ടു. അപ്പൊ എന്നെ അവർ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ ആരാണ് അവർ? അവരെ കണ്ടെത്തണം. അത് സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ പറ്റൂ. അവരാരാണെന്നതിനെ കുറിച്ച് കേരളീയ മനസ്സിലൊരു രൂപമുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ശരിയായ രൂപം തന്നെയാണ്. പക്ഷെ അത് കേരളീയ മനസ്സിലുണ്ടായാൽ മാത്രം പോരാ, നിയമത്തിന്റെ കണ്ണിൽ വരണമല്ലോ ആരാണെന്ന്. അതിന് ഫലപ്രദമായ അന്വേഷണം നടക്കണം. ആ സമഗ്രമായ അന്വേഷണം എന്ന് പറയുമ്പോൾ അതിന് പറ്റിയ നല്ല പ്രാപ്തരായ
നിഷ്പക്ഷരായ, ഇതിനു മുൻപ് കഴിവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ടീമായിരിക്കണം അന്വേഷണം. കേസിൽ പ്രതികളായി എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ നമ്മൾ ഒരു കാര്യത്തിലും അകറ്റി നിർത്താറുണ്ട്. ചിലപ്പോൾ അവർ സ്ഥാനാർത്ഥികളായി വരാറുണ്ട്. സാധാരണ